السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരലോകത്ത് ഏറെ പ്രയാസം നിറഞ്ഞ അവസ്ഥകളിലൂടെയായിരിക്കും ഏതൊരു മനുഷ്യനും കടന്നു പോകേണ്ടി വരിക. പരിശുദ്ധ ഖുർആൻ അത് തിരിച്ചറിഞ്ഞ് കർമ്മങ്ങൾ ചെയ്യുന്ന വിശ്വാസികളെ സംബന്ധിച്ച് സൂറത്തുൽ ഇൻസാനിലൂടെ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറ. പടച്ചറബിന്റെ പക്കൽ നിന്ന് ഭീതിജനകമായ, മുഖം ചുളിച്ചു പോകുന്ന ഒരു ദിവസത്തെ നാം ഭയപ്പെടുന്നു, ഞങ്ങൾ ഭയപ്പെടുന്നു എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ പരലോകത്ത് കിട്ടുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഉൾക്കടമായ ആഗ്രഹവും അഭിലാഷവുമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ശിർക്കിന്റെ ഒരു കണിക പോലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ അതീവ ജാഗ്രത നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ശിർക്ക് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും വിഗ്രഹങ്ങളോട് വിളിച്ചു പ്രാർത്ഥിക്കലോ, അവയുടെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കലോ, അവക്ക് പൂജകളും അർച്ചനകളും അർപ്പിക്കലോ മാത്രമല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട യാതൊന്നും അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കാതിരിക്കലാണ് തൗഹീദിന്റെ കാതലായ വശം. അതിലേതെങ്കിലും അള്ളാഹു അല്ലാത്തവർക്ക് വകവച്ചു കൊടുത്താൽ അത് ബഹുദൈവത്വമാണ്, ശിർക്കാണ്. അത് നേർച്ചകളാണെങ്കിലും ബലികർമ്മങ്ങളാണെങ്കിലും സഹായതേട്ടങ്ങളാണെങ്കിലും അള്ളാഹു അല്ലാത്തവരോടാകുമ്പോൾ നമ്മൾ അള്ളാഹുവിൽ പങ്കുചേർത്തു. അള്ളാഹുവിൻ്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ അഥവാ അള്ളാഹുവിൻ്റെ സത്താപരമായ അള്ളാഹുവിനെ പോലെ വേറൊരു ശക്തിയുണ്ട് എന്ന് വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെപ്പോലെ ഗുണങ്ങളെപ്പോലെ ആ വിശേഷണങ്ങളും ഗുണങ്ങളുമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ, അതല്ലെങ്കിൽ അള്ള ചെയ്യുന്നത് പോലെ ഇന്ന ആളുകളൊക്കെ ചെയ്യും എന്ന് കരുതിയാൽ, വിശ്വസിച്ചാൽ അവിടെയൊക്കെ ശിർക്ക് സംഭവിക്കും. അള്ളാഹുവിനെ പോലെ വേറൊരു അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ പൊതുവെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ അള്ളാഹു കാണുന്നത് പോലെ ഇന്നയാൾ കേൾക്കും, ഇന്ന ഷെയ്ഖ്, ഇന്ന തങ്ങൾ, ഇന്ന ബീവി അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും, കാണുന്നത് പോലെ കാണും, സഹായിക്കുന്നത് പോലെ സഹായിക്കും എന്നൊക്കെ വിശ്വസിക്കുന്ന പലരെയും നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹു ചെയ്യുന്നത് പോലെ ചെയ്യുന്ന, അള്ളാഹു അല്ലാത്തവരോട് സങ്കടങ്ങൾ പറയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ദുആയിരക്കുമ്പോൾ ആളുകളുടെ മനസ്സിലുള്ളത് എന്താണ്? അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അവർക്കും കഴിയുമെന്നല്ലേ? രോഗം മാറ്റാൻ, ദുരിതങ്ങൾ അകറ്റാൻ, സന്താനത്തെ തരാൻ, അതേപോലെ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം അവർക്ക് സാധിക്കും എന്ന് ഒരാൾ വിശ്വസിക്കുമ്പോഴാണ് അവരോട് സങ്കടങ്ങളും ആവലാതികളും പറയുന്നത്. അപ്പോൾ അള്ളാഹു അല്ലാത്ത ഏതൊരു വ്യക്തിയോട് ഒരാൾ തേട്ടം നടത്തിയാൽ, സഹായാർത്ഥന നടത്തിയാൽ, പ്രാർത്ഥന നിർവഹിച്ചാൽ അതിൽ അനവധി ശിർക്കിന്റെ ബഹുദൈവത്വത്തിന്റെ അംശങ്ങൾ കടന്നു വരുന്നുണ്ട്. ഒന്ന്, ആ തേട്ടം പ്രാർത്ഥനയാണ്. അത് അള്ളാഹു അല്ലാത്തവരോടാകുന്നതോടുകൂടി തന്നെ അതിൽ ബഹുദൈവത്വം അഥവാ ശിർക്ക് വന്നു. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു അല്ലാത്തവർക്ക് അത് സമർപ്പിക്കുമ്പോൾ അത് അള്ളാഹുവിൽ പങ്കുചേർക്കലായി. ഇനി അവർ ആ തേട്ടം കേൾക്കും എന്ന വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ അവരോട് ചോദിക്കുന്നത്. അപ്പോൾ ദൂരത്തിന്റെ പരിധിയില്ലാത്ത, ഭാഷാ പരിമിതികളില്ലാത്ത, ആവശ്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന അവർ അത് കേൾക്കും. എല്ലാവരുടെയും വിളികൾ ഒന്നൊന്നിനോട് കൂടിക്കലരാതെ ഓരോരുത്തരുടെയും വിളികൾ കേൾക്കുക മാത്രമല്ല, അത് തിരിച്ചറിഞ്ഞ മാത്രം പോരാ, അതിന് പ്രതിവിധിയും സഹായവും ചെയ്യാൻ ഇന്ന വലിയന്, ഇന്ന തങ്ങൾക്ക്, ഇന്ന ബീവിക്ക് കഴിയും എന്നുള്ളത് കൊണ്ടാണ് ആ വിശ്വാസത്തോടുകൂടി അത്തരം ആളുകൾ തേടുന്നത്. അപ്പോൾ എത്രമാത്രം പങ്കുചേർക്കലുകൾ, ശിർക്കാണ് ഒരൊറ്റ തേട്ടത്തിൽ തന്നെ വരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അള്ളാഹു അല്ലാത്തവരോട് നമ്മൾ ദുആ നടത്തിയാൽ, അള്ളാഹു അല്ലാത്തവരോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നാം അനുഷ്ഠിച്ച സകലമാന സൽക്കർമ്മങ്ങളും തകർന്നു പോകുമെന്ന് സൂറത്തുൽ അൻആമിൽ നിരവധി പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഉണർത്തിയതിനു ശേഷം, അവരുടെ പേരുകൾ പരാമർശിച്ചതിന് ശേഷം അള്ളാഹു പറഞ്ഞത്, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അവരെങ്ങാനും അള്ളാഹുവിൽ പങ്കുചേർത്തിരുന്നുവെങ്കിൽ അവർ ചെയ്ത സകലമാന നന്മകളും സൽക്കർമ്മങ്ങളും തകർന്ന് തരിപ്പണമായി പോകുമായിരുന്നു എന്ന്. അതുകൊണ്ട് ഏറ്റവും നല്ല ഭക്ഷണത്തിൽ ഒരൽപ്പം വിഷം കലർത്തിയാൽ, അല്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ചാൽ ഉണ്ടാകുന്നത് പോലെ നമ്മുടെ സകല സൽക്കർമ്മങ്ങളെയും നിഷ്ഫലമാക്കുന്ന, ഉപകാരമില്ലാത്ത അവസ്ഥയിലേക്ക് പാഴ്വേലയായി പരിവർത്തിപ്പിക്കുന്ന ആ ശിർക്കിനെ നമ്മൾ ഭയപ്പെടണം, സൂക്ഷിക്കണം, ജാഗ്രത പാലിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.
വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.